പല സമയങ്ങളിലും ഇന്ത്യക്ക് അനുകൂലമാകുന്ന നിലപാട് ഐക്യരാഷ്ട്ര സംഘടനയിലും ഒക്കെ ഇറാൻ എടുത്തിട്ടുണ്ട്. ചില സമയങ്ങളിലെങ്കിലും കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ ചില സമയങ്ങളിലെങ്കിലും ആയത്തുള്ള അലി ഖംനയുടെ നിലപാട് ക്വസ്റ്റ്യനബിൾ ആയിരുന്നു എന്ന് ഇന്ത്യ ചിന്തിക്കുന്നു. മൊത്തത്തിലുള്ള നിലപാടിൽ ഇന്ത്യ വളരെ വലിയ പോസിറ്റീവ് വൈബാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ചബഹാർ തുറമുഖത്ത് ഇന്ത്യ വലിയ നിക്ഷേപം നടത്തില്ലായിരുന്നല്ലോ. ഇന്ത്യക്ക് ഇസ്രയേലിനെ സ്വാധീനിക്കാൻ കഴിയും എന്നാണ് കരുതിയതെങ്കിൽ തെറ്റി. ഹീ ഈസ് മൈ ബ്രദർ എന്നാണ് നെതന്യാഹു മോദിയെക്കുറിച്ച് പറഞ്ഞത്. മോദിയും നെതന്യാഹുവും തമ്മിലുള്ള ആശ്ലേഷണത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ഇസ്രയേലിനോട് പറയാനുള്ള ആർജവം വേണം. ഇത് ചർച്ചയിലൂടെ പരിഹരിക്കണം. ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ശബ്ദം കേൾക്കണമെങ്കിൽ നിലപാടുകൾ പറയാൻ കൂടി ഇന്ത്യയുടെ നേതൃത്വം ഇങ്ങനൊരു ഘട്ടത്തിൽ തയ്യാറാവണം. ഒരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടം ഇറാഖിലേതുപോലെ സദ്ദാം ഹുസൈൻ്റെ ഭരണകൂടത്തെക്കാൾ ഒരുപക്ഷെ മർദ്ദക ഭരണകൂടമാണ് ഇറാനിൽ ഉള്ളത്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണല്ലോ തുടരുന്നത്. 10-20 മിലീഷ്യകൾ പങ്കിട്ട് ഭരിക്കുന്ന പൂർണ്ണ അരാജകത്വത്തിലേക്കും ഇപ്പം മയക്കുമരുന്നിൻ്റെയും എല്ലാം തട്ടിക്കൊണ്ടുപോകലിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രഭവ കേന്ദ്രമായി വലിയൊരു രാജ്യമായ ഇറാൻ മാറിയാൽ ഇസ്രയേലിനെ ഇന്ത്യ പ്രകടമായി സപ്പോർട്ട് ചെയ്തു എന്ന് കരുതാനാവില്ല. ഇന്ത്യ എക്കാലത്തും ഒരു ഹൈഫനൈറ്റഡ് നയമാണ് സ്വീകരിച്ചിരുന്നത്. മുൻകാലങ്ങളിൽ എപ്സ്റ്റീൻ ഫയലുകളെ കുഴിച്ചു മൂടാൻ 2 യുദ്ധങ്ങൾ തുടങ്ങേണ്ടി വന്നു ട്രംപിന്. ഇന്ന് ഇറാൻ, നാളെ മറ്റൊരു ഹതഭാഗ്യമായ രാജ്യം. അങ്ങനെയെങ്കിൽ പല രാജ്യങ്ങളും മാറി ചിന്തിക്കില്ലേ? ഒരു പാൻഡോറാസ് ബോക്സാണ്, പൻഡോറയുടെ പെട്ടിയാണ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്ന് തുറന്നിരിക്കുന്നത്. അവർ സ്വന്തം തല ചൊറിയുന്നത് വലിയ തീക്കട്ട കൊണ്ടാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇറാന്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഒപ്പം അമേരിക്കയുടെ സ്റ്റോക്ക് തീരാറായി എന്ന പ്രതിരോധ വിദഗ്ധരുടെ റിപ്പോർട്ടിനെ കുറിച്ചും സംസാരിച്ചിരുന്നു. അതിൻ്റെ മുൻപുള്ള എപ്പിസോഡുകളിൽ ചാടിക്കയറി അടിക്കാൻ പോയ ഇസ്രായേലിനും അമേരിക്കയ്ക്കും തെറ്റിയോ? ഇറാന്റെ ശേഷി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ എന്ത് സംഭവിക്കും എന്നീ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യക്ക് പൊതുവിൽ അനുകൂല സമീപനം കൈക്കൊണ്ട സുഹൃത്ത് രാജ്യമാണല്ലോ ഇറാൻ. അപ്പോൾ ഈ ഇറാൻ ദുർബലമാക്കപ്പെടുന്നതും അല്ലെങ്കിൽ ഇറാൻ ദുർബലമാക്കപ്പെടുന്നതും അല്ലെങ്കിൽ ട്രംപ് ആഗ്രഹിക്കുന്നത് പോലെ ഭരണമാറ്റം ഉണ്ടാകുന്നതും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഗുണകരമല്ല എന്നാണ് പലരും വിലയിരുത്തുന്നത്. ഇതിൽ എത്രത്തോളം കഴമ്പുണ്ട്? ഈ ചരിത്രപരമായി ഇൻഡോ ഇറാനിയൻ റിലേഷൻഷിപ്പ് എക്കാലത്തും സുദൃഢമായിരുന്നു. അത് കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ ഭരണത്തിൽ വരുമ്പോഴും BJP ഭരിക്കുമ്പോഴും എല്ലാം തന്നെ ഇൻഡോ ഇറാനിയൻ റിലേഷൻസ് വേർ സ്റ്റേബിൾ. നോക്കൂ, പിന്നെ ഈ ഇറാൻ്റെ ഭരണകൂടം ഏതാണ്ട് ഇതേ രൂപത്തിൽ തന്നെയാണ് 1979 മുതൽ. നേതാക്കൾ മാറി വരുന്നു, 2 അയത്തുള്ളമാർ വന്നു, പക്ഷേ ഭരണകൂടം തുടർന്നു. ഇന്ത്യയിൽ അടൽ ബിഹാരി വാജ്പേയി എന്ന BJP പ്രധാനമന്ത്രി, NDAയുടെ പ്രധാനമന്ത്രി ഇറാൻ സന്ദർശിച്ചല്ലോ. വലിയ ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. മാത്രമല്ല പല സമയങ്ങളിലും ഇന്ത്യക്ക് അനുകൂലമാകുന്ന നിലപാട് ഐക്യരാഷ്ട്ര സംഘടനയിലും ഒക്കെ ഇറാൻ എടുത്തിട്ടുണ്ട്. ചില സമയങ്ങളിലെങ്കിലും കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ ചില സമയങ്ങളിലെങ്കിലും ആയത്തുള്ള അലി ഖംനയുടെ നിലപാട് ക്വസ്റ്റ്യനബിൾ ആയിരുന്നു എന്ന് ഇന്ത്യ ചിന്തിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണകൂടം ചിന്തിക്കുന്നു. അതായത് ഗാസയിൽ ജനങ്ങൾ അനുഭവിക്കുന്നതിന് സമാനമായ ഒരു പീഡനം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നു, പ്രത്യേകിച്ച് കാശ്മീരിൽ എന്നൊരു പരാമർശം ഏതാനും വർഷം മുൻപ് ഖമനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അലോസരമാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ മറ്റ് ചില സമയങ്ങളിലൊക്കെ കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ ഇറാൻ്റെ ചില സമയത്തെ നിലപാട്, മൊത്തത്തിലുള്ള നിലപാടിൽ ഇന്ത്യ വളരെ വലിയ പോസിറ്റീവ് വൈബാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ചബഹാർ തുറമുഖത്ത് ഇന്ത്യ വലിയ നിക്ഷേപം നടത്തില്ലായിരുന്നല്ലോ. ചബഹാറിനെ ഇന്ത്യ കാണുന്നത് പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖം ചൈന ഇടപെട്ട് നിർമ്മിച്ചപ്പോൾ അതിന് ബദലായി ഇറാൻ്റെ ഒരു തുറമുഖം, ഇറാനുമായി ഊഷ്മള ബന്ധമുള്ളതുകൊണ്ടാണ് സാധിച്ചത്. അവിടെ നിന്നും മധ്യേഷ്യയിലേക്ക്, ഈ ഗ്യാസ് റിച്ചായ, ഓയിൽ റിച്ചായ സെൻട്രൽ ഏഷ്യയിലേക്ക് ഒരു പാലം, അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യക്ക് എത്തണമെങ്കിലും ആ തുറമുഖം വളരെ നിർണായകമാണ്. മറ്റേത് പാകിസ്ഥാൻ കടന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് തന്ത്രപ്രധാനമായ ഒരു സാന്നിധ്യം ഇറാനുണ്ട്. അതുമാത്രമല്ല, ഒരു കാലത്ത് ഇറാനിൽ നിന്നും നല്ല തോതിൽ എണ്ണ വാങ്ങിയിരുന്നു. ഇറാൻ ഇന്ത്യ ഓയിൽ പൈപ്പ് ലൈൻ, ഗ്യാസ് പൈപ്പ് ലൈൻ ഒക്കെ ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. പല കാരണങ്ങളാൽ അത് ഷെൽവ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇന്ത്യയുമായി ഇറാനുള്ള സവിശേഷമായ സിവിലൈസേഷണൽ ബന്ധം അത് എക്കാലത്തും ഉണ്ടായിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ
5 ദിവസമായി യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ത്യക്കൊരു നിലപാടെടുക്കേണ്ട അവസ്ഥയിലായി. പക്ഷെ നിലപാടൊന്നും തന്നെ പരസ്യമായി പറഞ്ഞില്ല. നിലപാടുണ്ടെങ്കിൽ പറയേണ്ടത് ആക്രമണം, ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് വധിക്കപ്പെടുന്നു, സ്വാഭാവികമായി ആശങ്ക രേഖപ്പെടുത്തണമല്ലോ. അതൊരു ഔപചാരികതയുടെ ഭാഗം പോലെയാണ്. അങ്ങനെ ആശങ്ക ലോകത്തെ പ്രധാന രാജ്യങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയില്ല. റഷ്യയും ചൈനയും പാകിസ്ഥാനും ഒക്കെ തന്നെയാണ്, മലേഷ്യ, ഇന്തോനേഷ്യ, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ, ചില ഇസ്ലാമിക രാജ്യങ്ങളും ചൈനയും റഷ്യയും മാത്രമാണ് ആശങ്കകൾ രേഖപ്പെടുത്തിയത്. ഇന്ത്യ അങ്ങനെ ഒരു ആശങ്ക രേഖപ്പെടുത്തലിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം പേർഷ്യൻ ഗൾഫിന് തെക്ക് ഇറാൻ പല രാജ്യങ്ങളിൽ, കുവൈത്തിലും അബുദാബിയിലും ദുബായിലും ഷാർജയിലും ഒക്കെ നടത്തിയ ആക്രമണത്തിന് UAE-യുടെ ഭരണ നേതാക്കളെ അങ്ങോട്ട് വിളിച്ച് ആശങ്ക അറിയിച്ചു. കാരണം UAE-യിൽ വലിയ തോതിൽ ഇന്ത്യൻ വംശജരുണ്ട്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഉണ്ട്, 35 ലക്ഷം പേരാണ്. സൗദി രാജാവിനെ, അതുപോലെ ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, ഈ രാജ്യങ്ങളുടെ നേതാക്കൾ 9 രാജ്യങ്ങളുടെ നേതൃത്വവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ചു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി നിരന്തരമായ ബന്ധത്തിലാണ്. അതേസമയം ഇന്ത്യക്ക് ഇസ്രയേലിനെ സ്വാധീനിക്കാൻ കഴിയും എന്നാണ് കരുതിയതെങ്കിൽ തെറ്റി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം ഈ ആക്രമണം സംഭവിക്കുന്നതിന് കേവലം 48 മണിക്കൂറിന് ഉള്ളിലാണ് നടന്നത്, അവസാനിച്ചത് എന്ന് ഓർക്കണം. അപ്പോൾ അത് നല്ലൊരു ഒപ്റ്റിക്സ് അല്ല. ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും യുദ്ധരംഗത്തേക്ക് വരുന്നു. അതിന് തൊട്ട് മുൻപുള്ള സമയത്ത് ഈ യുദ്ധമുണ്ടാകുമെന്ന് ഇന്ത്യക്ക് അറിയില്ലല്ലോ. പക്ഷേ യുദ്ധസാധ്യത ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വെസ്റ്റ് ഏഷ്യ സന്ദർശനം. അവിടെ ഇസ്രയേൽ മാത്രമായിട്ടാണ് പോയത്. ഇത് ഒരുപാട് പുരികങ്ങളെ ചൊളിക്കുന്നതാണ്. അതുകൊണ്ടാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്, എന്തുകൊണ്ട് ഇന്ത്യ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയില്ല? ഒന്ന് നോക്കുമ്പോൾ ശരിയാണ്, പല സമയത്ത് ചെരിചേര നയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും നെഹ്റു പണ്ട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യ ഈസ് നോൺ അലൈൻഡ് ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇന്ത്യ ഈസ് ന്യൂട്രൽ. നോൺ അലൈൻമെൻറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ന്യൂട്രാലിറ്റി. നിഷ്പക്ഷമല്ല, ഇന്ത്യക്കൊരു പക്ഷമുണ്ട്. ഒരു വിഷയം വരുമ്പോൾ എന്തു പറഞ്ഞാലും ഇന്ത്യ ഒരു നിലപാട് പറയും. അതാണ് ശരിദൂരം. NSSൻ്റെ ജനറൽ സെക്രട്ടറി ആദരണീയനായ ശ്രീ സുകുമാരൻ നായർ പറയുന്നത് പോലെ സമദൂരം എന്നതിൽ നിന്നും ശരിദൂരം കണ്ടെത്തുന്ന ഒരു പ്രവണത പണ്ട് മുതലേ ഇന്ത്യക്കുണ്ട്. പക്ഷേ ഇവിടെ സമദൂരവുമില്ല ശരിദൂരവുമില്ല, ഒരൊറ്റ ദൂരമേ ഉള്ളൂ. അത് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം. അതാണ് ഇന്ത്യക്ക് പ്രധാനം എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. ഇറാൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇറാനുമായി ഉണ്ട് എന്ന് പറയുന്ന വലിയ ബന്ധമുണ്ടായിരുന്നു എങ്കിൽ ഇറാൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെടാൻ കഴിയണം. ഇസ്രായേലിൻ്റെ നേതൃത്വവുമായി ഉള്ള ഗാഠമായ ബന്ധം, ഹീ ഈസ് മൈ ബ്രദർ എന്നാണ് നെതന്യാഹു മോദിയെക്കുറിച്ച് പറഞ്ഞത്. മോദിയും നെതന്യാഹുവും തമ്മിലുള്ള ആശ്ലേഷണത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ഇസ്രായേലിനോട് പറയാനുള്ള ആർജവം വേണം. ഇത് ചർച്ചയിലൂടെ പരിഹരിക്കണം. ഉഴുക്കൻ മട്ടിൽ പറഞ്ഞതല്ലാതെ ഇവിടെ വളരെ എളുപ്പമാണ് പറയാൻ, ഞങ്ങൾക്കൊരു പക്ഷമുണ്ട്, അത് സമാധാനത്തിൻ്റെ പക്ഷമാണ്. ഈ സമാധാനത്തിൻ്റെ പക്ഷമാണെന്ന് പറയുകയും അതിനുവേണ്ടി എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യുകയും മധ്യസ്ഥത വഹിക്കുക ഒരു മാർഗ്ഗമാണ്, പ്രേരിപ്പിക്കുക മറ്റൊരു മാർഗ്ഗമാണ്, ഓൾട്ടർനേറ്റ് ഫോർമുല വെക്കുക മാർഗ്ഗമാണ്, ചർച്ചകൾക്ക് വഴിയൊരുക്കുക ഒരു മാർഗ്ഗമാണ്. വെറുതെ ഞങ്ങൾക്കൊരു പക്ഷമുണ്ട്, അത് സമാധാനത്തിൻ്റെ പക്ഷമാണ്, ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുമ്പോൾ എങ്ങും തൊടാത്തൊരു പ്രസ്താവനയായി മാത്രമാണ് പലപ്പോഴും കാണുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അത് കണ്ടു, ഇന്ത്യയുടെ പ്രസ്താവന കണ്ടു. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഇന്ത്യക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഇക്കോണമിയാണ് ഇന്ത്യ, 4th ലാർജസ്റ്റ് ഇക്കോണമി, വൻ വളർച്ചാ സാധ്യതയാണ്. പക്ഷേ ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ശബ്ദം കേൾക്കണമെങ്കിൽ നിലപാടുകൾ പറയാൻ കൂടി ഇന്ത്യയുടെ നേതൃത്വം ഇങ്ങനൊരു ഘട്ടത്തിൽ തയ്യാറാവണം. അമേരിക്ക അപലപിക്കുകയൊന്നും വേണ്ട, വെറുതെ ഡോണ്ട് പ്രൊവോക്ക് എ പോർക്കിപ്പൈൻ. പക്ഷേ ഖമനേയി വധിക്കപ്പെട്ടപ്പോൾ ഒരു അഭിപ്രായം പറയാവുന്ന ഒരു നിലയിലായിരുന്നു ഇന്ത്യ. അതേസമയം ഇറാൻ്റെ ആക്രമണം ഗൾഫ് രാജ്യങ്ങൾ നടന്നത് കൃത്യമായി അപലപിക്കുകയും വേണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്നോ എന്ന ഒരു ചിന്ത ഒരു വശത്തുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വൈദ്യുതി ഡിപ്ലോമാറ്റിക് ജനങ്ങളെ സുരക്ഷ ഒരു വിഷയം തന്നെയാണ്, ഊർജ്ജ സുരക്ഷ മറ്റൊരു വിഷയമാണ്. അതിനേക്കാൾ ഒരു പ്രഹേളികയാവുന്നത് ഒരു ഏത് രീതിയിൽ പൊസിഷൻ ചെയ്യും, എണ്ണ വാങ്ങൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏത് രീതിയിൽ ഇനി ഭാവിയിൽ പൊസിഷൻ ചെയ്യുമെന്നത് വലിയ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നു. ഈ എണ്ണയുടെ കാര്യമെടുക്കാം. മുൻ വർഷങ്ങളിൽ ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ അസംസ്കൃത എണ്ണ നൽകുന്ന പ്രധാന പങ്കാളികളിൽ ഒന്നായിരുന്നു ഇറാൻ. ഇത് ഇന്ത്യയുടെ ഊർജ്ജ ചെലവ് കുറയ്ക്കാനും വിതരണ വൈവിധ്യം ഉറപ്പാക്കാനും സഹായകരമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇറാനിൽ US-ഉം ഇസ്രായേലും ചേർന്ന് തുടരുന്ന ആക്രമണത്തിലും ആയത്തുള്ള അലി ഖമനിയെ കൊലപ്പെടുത്തിയതിലും കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും മൗനം തുടരുന്നത്? ഈ ഇറാനുമായ ബന്ധം കേവലം ഓയിൽ ഡിപ്ലോമസി മാത്രമല്ല. ഇപ്പോൾ കാര്യമായ എണ്ണ ഇറക്കുമതി ഇറാനിൽ നിന്നില്ല, അത് ഉപരോധം കാരണമാണ്.
70-കൾ മുതലൊക്കെ നല്ലപോലെ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇറാൻ ഇന്ത്യക്ക് ഏറ്റവും അധികം എണ്ണ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമായി മാറുകയും ചെയ്തിരുന്നു. ഈ സമീപ ഭൂതകാലത്ത് 2015 ഇറാൻ അമേരിക്ക ഒരു ഡീലുണ്ടായി. 5 രാജ്യങ്ങൾ 5+1 P5+1 എന്ന രീതിയിൽ ഒരു ആണവ കരാറുണ്ടായി. അപ്പോൾ ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിച്ചു. അപ്പോൾ പെട്ടെന്ന് ഇന്ത്യ ഇറാനിൽ നിന്നും ഏറെ എണ്ണ വാങ്ങുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പിന്നീട് ട്രംപ് ആദ്യ ഊഴത്തിൽ വന്നപ്പോൾ 2018 ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയപ്പോൾ വീണ്ടും ഉപരോധമായി. അപ്പോൾ ആ അമേരിക്കൻ ലൈൻ തന്നെ എടുത്തുകൊണ്ട് ഇന്ത്യ ആ ഉപരോധം മറികടന്നുകൊണ്ട് റഷ്യയുമായി ട്രേഡ് നടത്തിയതുപോലെ ധൈര്യത്തിൽ ട്രേഡ് ഇറാനുമായി നടത്തിയില്ല. അത് പിൻവലിച്ച് ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവന്ന് നിർത്തി. ഇപ്പോൾ റഷ്യയുമായും അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ എണ്ണയ്ക്കുപരിയായ ഒരു ബന്ധമുണ്ട്. ഇറാനിൽ അധികം ഇന്ത്യക്കാരില്ല. എക്കാലത്തും ഇന്ത്യക്കാർ പണ്ടുണ്ടായിരുന്നു, മുൻകാലങ്ങളുണ്ടായിരുന്നു. എണ്ണ കണ്ടുപിടിച്ച ആദ്യകാലത്ത് പേർഷ്യയിൽ പോകുന്നു എന്ന് പറഞ്ഞത് ഇറാനിലാണ് പോകുന്നത്. അല്ല, പേർഷ്യൻ ഗൾഫിൽ പിന്നീടാണ് പോയി തുടങ്ങി. ഇറാനിൽ പോകുമ്പോൾ കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ, എണ്ണ തൊഴിലാളികളൊക്കെ തന്നെ പോകുമായിരുന്നു. പക്ഷേ പിന്നീട് ഇറാനിലേക്കുള്ള പോകുന്നത് പഠന ആവശ്യത്തിന് വേണ്ടിയും ഗവേഷണ ആവശ്യത്തിന് വേണ്ടിയും ഒക്കെ മാത്രമായി മാറി. ഒരു 10,000-ഓളം ഇന്ത്യക്കാർ കാണും, മിക്കതും വിദ്യാർത്ഥികളാണ്. അപ്പോൾ വലിയ എണ്ണമില്ല. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെയല്ല. 90 ലക്ഷം ഇന്ത്യക്കാരാണ് വിവിധ GCC രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്, പ്രവാസി ലോകം. അതുകൊണ്ട് ഇന്ത്യയുടെ ശ്രദ്ധ കൂടുതലും പ്രവാസി ലോകത്തേക്ക് തിരിയുന്നു. അതുകൊണ്ട് ഖമേനി വധിക്കപ്പെട്ടപ്പോൾ ഒരു നിലപാട് ഇന്ത്യ പറഞ്ഞില്ല, ഒരു പ്രതികരണം ഇന്ത്യ നടത്തിയില്ല എന്നത് ദീർഘകാലം ഒരുപക്ഷെ ഇന്ത്യയെ അലട്ടുന്ന കാര്യമാണ്. മുൻകാലങ്ങളിൽ ഇന്ത്യക്ക് ഹിതകരമല്ലാത്ത ചില പരാമർശങ്ങൾ ഇറാൻ്റെ ഉന്നത നേതാവിൽ നിന്നുണ്ടായിരുന്നു എന്നത് വിസ്മരിക്കുന്നില്ല. പക്ഷേ നയതന്ത്ര ബന്ധത്തിൽ പലപ്പോഴും ഔപചാരികതയുടെ പേരിലെങ്കിലും ഒരു ആക്രമണം നടക്കുന്നു, ഒരു മരണം നടക്കുന്നു. പലപ്പോഴും ഒരു ഔപചാരികമായ ഒരു അയൽ രാജ്യം ദുഃഖം രേഖപ്പെടുത്തുന്നു, ആശങ്ക രേഖപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ആ ആക്രമണത്തിലൊരു ആശങ്ക രേഖപ്പെടുത്താം, അമേരിക്ക അപലപിക്കുക എന്നതല്ല. ഇവിടെയാണ് നയതന്ത്രത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കേണ്ടത്. ആ പൂർണ്ണമായി ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയോ എന്നതിലാണ് സംശയം. ഈ IS പോലുള്ള ഭീകര സംഘടനകളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇറാൻ സ്വീകരിച്ചിരുന്നത്. ഇറാനെ പോലെ ശക്തമായ ഭരണകൂടം ഭീകരവാദ വിരുദ്ധ സഹകരണത്തിൽ ഇന്ത്യക്ക് പ്രധാനവുമാണ്. അപ്പോൾ ഇറാനെതിരെയുള്ള ആക്രമണം ഇന്ത്യയുടെ ദീർഘകാല താല്പര്യങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കുമോ? നാഥനില്ല കളരി എന്ന് കേട്ടിട്ടില്ലേ? ഒരു സിസ്റ്റം ഇൻ പ്ലേസ്, അതാണ് ഒരു രാജ്യം ആഗ്രഹിക്കുന്നത്. ഇറാഖിൽ ഒരു നാഥനുണ്ടായിരുന്നു, അത് സദ്ദാം ഹുസൈനാണ്. അടിച്ചമർത്തലുണ്ടായിരുന്നു. തെക്ക് ബസ്രയിലുള്ള ഷിയ വിഭാഗക്കാരെ അടിച്ചമർത്തി, രാസായുധം വരെ ഉപയോഗിച്ചു എന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല വടക്കുള്ള കുർദുകളെ അടിച്ചമർത്തി. വലിയ രീതിയിലുള്ള മർദ്ദക ഭരണമായിരുന്നു സദ്ദാം ഹുസൈൻ്റെ. പക്ഷേ ഒരു ഭരണകൂടമുണ്ടായിരുന്നു. തീവ്രവാദികൾക്ക് ഇറാഖിൽ സ്ഥാനമില്ലായിരുന്നു. സമാനമായി ഇറാനിലും തീവ്രവാദികൾക്ക് സ്ഥാനമില്ല. ഇറാൻ തീവ്രവാദികളെ, മിലിഷ്യകളെ ഇറാന് പുറത്ത് ഹിസ്ബുള്ളയെ, ഹമാസിനെ, ഹൂതികളെ എല്ലാം നട്ട് നനച്ച് വളർത്തുന്നു. പക്ഷേ ഇറാനുള്ളിൽ ഭീകരപ്രവർത്തനം എന്ന് കേട്ടിട്ടില്ല, ഇപ്പോഴും കേൾക്കുന്നില്ല. ഒരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടം ഇറാഖിലേതുപോലെ സദ്ദാം ഹുസൈൻ്റെ ഭരണകൂടത്തേക്കാൾ ഒരുപക്ഷെ മർദ്ദക ഭരണകൂടമാണ് ഇറാനിൽ ഉള്ളത്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതുതന്നെയാണല്ലോ തുടരുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു വലിയ പ്രഹേളികയാണ്. ഈ ഭരണകൂടം നടത്തുന്ന മർദ്ദനം, ഈ മർദ്ദനത്തെ പുറത്തുനിന്ന് മോചിപ്പിക്കാനാവുമോ? ഇത് വളരെ സാധ്യത കുറവാണ്. അകത്തു നിന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കണം. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അയൽപക്കത്ത് ഒരു ഭരണ അസ്ഥിരത ഉണ്ടായാൽ, ഫെയിൽഡ് സ്റ്റേറ്റായി ഇറാൻ മാറുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ സാധ്യത? ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം എന്താണ്? അഫ്ഗാനിസ്ഥാനിൽ ഒരു ഫെയിലിയർ ഉണ്ടായി. തീവ്രവാദികളുടെ കയ്യിലേക്ക് പോയില്ലേ? താലിബാൻ്റെ കയ്യിലേക്കും ഒരുപാട് മിലിഷ്യകളുടെ കയ്യിലേക്കും പോയില്ലേ? ഇപ്പോൾ താലിബാൻ ഒരു ഭരണകൂടം എന്ന നിലയിൽ തിരിച്ചു പിടിക്കുന്നു. അതുമായി സഹകരിച്ചുകൊണ്ട് പരമാവധി മുന്നോട്ട് പോകാൻ ഇന്ത്യ ശ്രമിക്കുന്നു. അത് മാറ്റി നിൽക്കട്ടെ. പാകിസ്ഥാൻ ചിതറിപ്പോയാൽ ഇപ്പോഴുള്ളതിനേക്കാൾ വിപത്തായിരിക്കും. കാരണം ഒരുപാട് മിലീഷ്യകളുടെ കയ്യിലേക്ക് അധികാരം വന്നാൽ ഒരു ലോലെസ്നെസ് ആണ് ഉണ്ടാകുന്നത്. ഇന്ത്യ ഒരിക്കലും അയൽപക്കത്തെ ഒരു പരാജിത രാജ്യത്തെ പ്രതീക്ഷിക്കുന്നില്ല. ഇറാനിൽ ഒരിക്കലും ഒരു ഭീകര പ്രസ്ഥാനം തലപൊക്കിയിട്ടില്ല. അത് ഇറാൻ ഷായുടെ സമയത്തും ഇറാൻ ഖമേനിമാരുടെ സമയത്തും ഒന്നും തന്നെ ഭീകരത തലപൊക്കിയിട്ടില്ല. പക്ഷേ ഇവിടെ അമേരിക്ക ഇടപെട്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഭരണകൂടത്തിന് ഭരിക്കാനാവാത്ത അന്തരീക്ഷം വന്നാൽ, ഓൾട്ടർനേറ്റ് ഗവൺമെൻറ് സാധിക്കുന്നില്ല എങ്കിൽ തീവ്രവാദികളിലേക്ക് പോവില്ലേ ഷിയ മിലിഷ്യകൾ? ISIS ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ലെവാന്ത്, ISIL, പിന്നീട് IS എന്ന രൂപത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്, അത് സുന്നി തീവ്രവാദികളാണ്. അവർ ഷിയ വിരുദ്ധരാണ്,
റിപ്പബ്ലിക്കൻ വിരുദ്ധരാണ്, രാജഭരണത്തിന് വിരുദ്ധരാണ്, ഖലിഫേറ്റ് സ്ഥാപിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു വിഭാഗമായിരിക്കില്ല ഇറാനിൽ തലപൊക്കുന്നത്. എൻ്റെ ഒരു ഊഹം ഇങ്ങനെയാണ്. അഫ്ഗാനിസ്ഥാൻ സംഭവിച്ചതുപോലെ ഡിഫറൻറ്റ് മിലീഷ്യ, അതിനകത്ത് ടർക്കിഷ് പിന്തുണയുള്ള മിലീഷ്യകൾ കാണും, അതുപോലെ കുർദ് മിലീഷ്യകൾ കാണും, അതുപോലെ തെക്കൻ ഭാഗത്ത് ബലൂച്ച് മിലീഷ്യകൾ കാണും, മറ്റ് പല 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 വംശീയ അടിസ്ഥാനത്തിലും വ്യക്തി കേന്ദ്രീകൃതമായ 10-20 മിലീഷ്യകൾ പങ്കിട്ട് ഭരിക്കുന്ന പൂർണ്ണ അരാജകത്വത്തിലേക്കും, ഇപ്പം മയക്കുമരുന്നിൻ്റെയും എല്ലാം തട്ടിക്കൊണ്ടുപോകലിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രഭവ കേന്ദ്രമായി വലിയൊരു രാജ്യമായ ഇറാൻ മാറിയാൽ അതാണ് ഒരു ഭരണകൂടം. അതായത് കാത് കുത്തിയവൻ പോയപ്പോൾ കാട്ടുക്കാനിട്ടവൻ വന്നു എന്ന് പറയുന്നത് പോലെ ആവുകയാണെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയല്ലേ? അമേരിക്ക മാത്രമല്ല, ഇന്ത്യക്കും ആത്യന്തികമായി അതൊരു നഷ്ടമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ലോലെസ്നെസ്, ഇറാനിലൊരു ഭരണകൂടം മാറി മറ്റൊന്ന് വരുന്നു, സ്റ്റേബിൾ ഒരു അഡ്മിനിസ്ട്രേഷൻ വരുന്നുവെങ്കിൽ സ്വാഗതാർഹം. അല്ലാതെ ഇറാൻ സിസ്റ്റം ഗോയിങ് ടു ദ ഡോക്സ് എന്ന് പറഞ്ഞാൽ അത് ഗൾഫ് മേഖലയ്ക്കും എന്തിന് ഇന്ത്യക്ക് പോലും അത് വലിയ വെല്ലുവിളിയും ആശങ്കയും തന്നെയാണ്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചവിട്ടിക്കലക്കുമ്പോൾ ഇറാൻ്റെ സംവിധാനം എത്ര മർദ്ദക ഭരണകൂടമാണെങ്കിലും ഈ രീതിയിൽ കിരാതമായ ആക്രമണത്തിലൂടെ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി എന്താണ് വരാനുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. ഭീകരതയുടെ കളിത്തൊട്ടിലായി ഇറാൻ മാറാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് മോദി ഇപ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഈ യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പമാണല്ലോ ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത്? ഇസ്രായേലിനെ ഇന്ത്യ പ്രകടമായി സപ്പോർട്ട് ചെയ്തു എന്ന് കരുതാനാവില്ല. ഇന്ത്യ എക്കാലത്തും ഒരു ഹൈഫനൈറ്റഡ് നയമാണ് സ്വീകരിച്ചിരുന്നത്. മുൻകാലങ്ങളിൽ പലസ്തീൻ കോസിനോടൊപ്പം നിൽക്കുന്നു, അതേസമയം വൈകി വന്ന ഇസ്രായേൽ ബന്ധം പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. കാരണം ഇന്ത്യക്ക് ഇസ്രായേലുമായി സഹകരിച്ചിട്ട് ആവശ്യമുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് ടെക്നോളജിയുടെ ഒരു ഭാഗം വരുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ഇറക്കുമതി ഫ്രാൻസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആയുധ ഇറക്കുമതി ഇന്ത്യക്ക് ഇസ്രായേലിൽ നിന്നാണ് വരുന്നത് എന്ന് ഓർക്കണം. അതുപോലെ ഇസ്രായേലിൻ്റെ മൊസാദ് നൽകുന്ന ഇന്ത്യ ഭയപ്പെടുന്ന ഭീകരതയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറുന്നത് ഇസ്രായേലാണ്, കൈമാറിയിട്ടുള്ളത് ഇസ്രായേലാണ്. ഇസ്രായേലുമായി കാര്യമായ നയതന്ത്ര ബന്ധം ഇല്ലാതിരുന്ന സമയത്തും ഈ ഭീകരതയ്ക്കെതിരെയുള്ള നിർണായക വിവരങ്ങൾ ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. അതിനുശേഷം നയതന്ത്ര ബന്ധം ഉണ്ടായതിനു ശേഷം കാർഗിൽ യുദ്ധമൊക്കെ ജയിക്കാൻ ഇന്ത്യക്ക് കൃത്യമായ വിവരങ്ങൾ പലതും നിർണായക സമയത്ത് കൈമാറിയത് ഇസ്രായേലാണ്. അതുകൊണ്ട് ഇസ്രായേലിനോടുള്ള ബന്ധം ഉപേക്ഷിക്കാനാവില്ല. അതേസമയം പരമ്പരാഗതമായ പാലസ്തീൻ കോസ് അതുണ്ട്. അതുകൊണ്ട് ആ പാലസ്തീൻ കോസ് തമസ്കരിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം, വെസ്റ്റ് ബാങ്കിലും ഗാസയിലും നടത്തുന്ന അധിനിവേശ ശക്തികളെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ ഇന്ത്യക്കാവില്ല. അതുകൊണ്ടൊരു ബാലൻസ് അപ്രോച്ചാണ്. പക്ഷേ ഏറ്റവും വൈകി ഇപ്പോൾ അമേരിക്കയുടെ വലിയ സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഇസ്രായേലുമായി, ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലിൽ തന്നെ പറയുന്നത് എന്താണ്? ഇസ്രായേലുമായി ഭാരതം അടുക്കുന്നതിന് അമേരിക്ക ആഗ്രഹിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതം. ഇവിടുത്തെ ഒരു സ്റ്റോഞ്ച് അലയായി അമേരിക്ക കണ്ടുവച്ചിരുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം ഈ അറബി ലോകത്തു നിന്നും ഇസ്ലാമിക ലോകത്തു നിന്നും വരാൻ പോകുന്ന അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും വരാൻ പോകുന്ന അതേ ഭീകരത തന്നെയാണ് ഇന്ത്യക്കെതിരെയും വരാൻ സാധ്യത. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് വഴിയൊരുക്കിയത് എപ്സ്റ്റീനാണ് എന്ന രീതിയിലുള്ള സംസാരമുണ്ടായി. സ്ഥിരീകരണങ്ങളൊന്നും തന്നെയില്ല. അത് ഇന്ത്യ അതേക്കുറിച്ചൊരു കമാന്ന് രക്ഷ മിണ്ടിയിട്ടില്ല. മോദി ഇസ്രായേൽ ആദ്യം പോയതും ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ടതും ആലിംഗനം ചെയ്തതും ഇപ്പോഴത്തെ കാര്യമല്ല, അന്ന് 2017 അതിനെല്ലാം പിന്നിൽ എപ്സ്റ്റീൻ്റെ പ്രേരണയുണ്ടായിരുന്നു, ട്രംപിൻ്റെയും അമേരിക്കയുടെയും പ്രേരണയുണ്ടായിരുന്നു എന്നാണ് ആരോപണം. ഇന്ത്യ മാറി ചിന്തിക്കുന്നുണ്ടോ? പെട്ടെന്ന് ഇപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഇസ്രായേൽ സന്ദർശനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെട്ടെന്ന് തിടുക്കത്തിൽ അവിടെ പോകേണ്ട എന്ത് ആവശ്യമായിരുന്നു ഉള്ളത്. ക്ഷണമൊക്കെ ഉള്ളത് ശരിയാണ്, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പോകുന്നത് നല്ലൊരു ഒപ്റ്റിക്സാണോ? ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ഇതിനെ ഒരു വലിയൊരു വിഷയമായി മാറ്റിയെടുത്തു, ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് നിലപാടുകൾ എടുക്കേണ്ട സമയമായി. ഇപ്പോൾ ഹൈഫനൈറ്റഡ് പലസ്തീൻ ഇസ്രായേൽ അപ്രോച്ച് മാറ്റി ഇസ്രായേലിനെ വെവ്വേറെ കാണുന്നു, പാലസ്തീനെ വേറെ കാണുന്നു. സമഗ്രമായി കാണുന്ന ഒരു നിലപാടിൽ ചെറിയ മാറ്റം വരുന്നു. അത് ഇസ്രായേലിനെ പൂർണ്ണമായി അങ്ങ് അംഗീകരിക്കുന്നു എന്നല്ല, പക്ഷേ ചായ്വ് ഇസ്രായേലിനോട് ഒപ്പമാണ് എന്ന രീതിയിൽ തന്നെയാണ് പൊതുവെ കാണുന്നത്. ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ച് ലോകസമാധാനത്തിനായി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ തലവനായ ട്രംപ് ഇപ്പോൾ ഒടുവിൽ ചെയ്തിരിക്കുന്നത് യുദ്ധം നടത്തുക എന്നത് തന്നെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ട്രംപ് ഇറാനെതിരായ നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമാധാനത്തിൻ്റെ കവൽ മലാഖ,
ലോക സമാധാന സമ്മാനം, നൊബേൽ പീസ് പ്രൈസ് ലഭിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അതിനുവേണ്ടി ചരട് വലികൾ നടത്തിയ പ്രാഞ്ചിയേട്ടൻ അദ്ദേഹമല്ലേ ഡൊണാൾഡ് ട്രംപ്. അങ്ങനെയുള്ള ആൾ എത്രയോ വൈരുദ്ധ്യമാണ്, പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുകയാണ്. 8 യുദ്ധങ്ങൾ തൻ്റെ പ്രയത്നം കൊണ്ട് അവസാനിപ്പിച്ചു എന്ന് ക്ലെയിം ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപ് പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുകയാണ്. ഒരു കാർട്ടൂൺ ഞാൻ അടുത്ത സമയത്ത് കണ്ടു. അതിലെ തീവ്രത്വം ഇങ്ങനെയാണ്: ട്രംപ് has started 2 wars just to bury Epstein files. എപ്സ്റ്റീൻ ഫയലുകളെ കുഴിച്ചു മൂടാൻ 2 യുദ്ധങ്ങൾ തുടങ്ങേണ്ടി വന്നു ട്രംപിന് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അതുകൊണ്ടാണ് വൈരുദ്ധ്യം, ട്രംപ് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വൈരുദ്ധ്യം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അമേരിക്ക ഫസ്റ്റ്, അമേരിക്കയുടെ കാര്യം അമേരിക്കയുടെ ബിസിനസ്സായി. ഒരുപക്ഷെ മൺട്രോ ഡോക്ട്രിൻ്റെ അനുസരിച്ച് ഉള്ള വീണ്ടും ഒരു നവമൺട്രോ ഡോക്ട്രിൻ ആ രീതിയിൽ പോകും എന്നാണ് ആളുകൾ വിചാരിച്ചത്. പക്ഷേ ഇവിടെ മറ്റുള്ള ഇസ്രയേലിൻ്റെ യുദ്ധം അമേരിക്ക ഏറ്റുപിടിച്ചു എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വിശകലനങ്ങൾ അമേരിക്കയ്ക്കുള്ളിൽ വലിയ ഡിബേറ്റുകളായി നടക്കുന്നു. അതുകൊണ്ട് ചില രേഖകൾ, ലക്ഷ്മണ രേഖകൾ, ചില റെഡ് ലൈൻസ് അമേരിക്ക ഭേദിച്ചിട്ടില്ലേ എന്ന് ചിന്തിക്കുന്നത് മറ്റാരുമല്ല, അമേരിക്കക്കാർ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പൊതുവെ ചിന്തിക്കപ്പെടുന്നത്. റഷ്യ പറയുന്നത് പോലെ എല്ലാ രാജ്യങ്ങളും ഇനി ആണവായുധം വികസിപ്പിക്കാൻ തുടങ്ങുമോ? കാരണം ആണവായുധമുള്ള രാജ്യങ്ങളെ അമേരിക്ക ആക്രമിക്കില്ല എന്നത് ഒരു വസ്തുതയാണ്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ അപകടത്തിലേക്ക് മറ്റു രാജ്യങ്ങളെ തള്ളിവിടുമോ? വലിയ ഒരു പാഠപുസ്തകത്തിൻ്റെ ആദ്യ താളുകളാണ് ഇപ്പോൾ ലോകം മറിച്ചു നോക്കുന്നത്. പഴുത്ത ഇല വീഴുമ്പോൾ പച്ചിലയ്ക്ക് ചിരിക്കാം. ഇറാൻ വീഴുമ്പോൾ അല്ലെങ്കിൽ വീണാൽ ഒരുപാട് പച്ചിലകൾക്ക് ചിരിക്കാം, തങ്ങളെ അത് ബാധിച്ചില്ലല്ലോ. പക്ഷേ ഇന്ന് ഇറാൻ, നാളെ മറ്റൊരു ഹതഭാഗ്യമായ രാജ്യം. അങ്ങനെയെങ്കിൽ പല രാജ്യങ്ങളും മാറി ചിന്തിക്കില്ലേ? ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ആണവ സാങ്കേതിക വിദ്യ വെപ്പണൈസ് ചെയ്തിരുന്നുവെങ്കിൽ, ഇറാൻ്റെ വിഖ്യാതമായ മിസൈലുകളുടെ പോർമുനയായി ആണവായുധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലോ അമേരിക്കയോ മുതിരില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം. അങ്ങനെയെങ്കിൽ കൂടുതൽ proliferation ഉണ്ടാവില്ലേ? ഹൊറിസോണ്ടൽ proliferation, more and more countries trying to gain nuclear capability സംഭവിക്കില്ലേ? ഇത് ന്യായമായ ചോദ്യമാണ്. മാറി ചിന്തിക്കാൻ വടക്കൻ കൊറിയ ചിന്തിച്ചതുപോലെ, ഇന്ത്യയും പാകിസ്ഥാനും ചിന്തിച്ചതുപോലെ, ഇസ്രയേൽ ചിന്തിച്ചതുപോലെ ആണവ ക്ലബിലേക്ക് NPT സൈൻ ചെയ്യാതെ ഇരച്ചെത്താൻ അക്ഷീണ പ്രയത്നം ചില രാജ്യങ്ങളെങ്കിലും നടത്തില്ലേ? അങ്ങനെ ചെയ്താൽ ലോകത്തിൽ എന്തായിരിക്കും സ്റ്റെബിലിറ്റി? ഒരു യുദ്ധം ഒഴിവാക്കാൻ ആണവ ഡിറ്ററൻസ്, ന്യൂക്ലിയർ ഡിറ്ററൻസ് മാത്രമാണ് പരിഹാരം എന്ന ഒരു ചിന്ത പ്രബലമാകുന്നുണ്ട്. യുദ്ധം തുടങ്ങിയത് ആണവ വിഷയത്തിലാണെന്ന് ഓർക്കണം ഇറാനിൽ. പക്ഷേ യുദ്ധം ഉണ്ടാവില്ലായിരുന്നു ആണവശക്തിയായിരുന്നു ഇറാനെങ്കിൽ. അങ്ങനെയെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ ആണവ സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ എങ്ങനെ കുറ്റം പറയാനാവും? അതുകൊണ്ട് ഒരു പാൻഡോറാസ് ബോക്സാണ്, പൻഡോറയുടെ പെട്ടിയാണ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്ന് തുറന്നിരിക്കുന്നത്. അവർ സ്വന്തം തല ചൊറിയുന്നത് വലിയ തീക്കട്ട കൊണ്ടാണ് എന്നതാണ് പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ടേൺ ഓഫ് ഈവൻസ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ള ഈ യുദ്ധം നമുക്ക് ലോകത്തിന് നൽകുന്ന ഒരു കാഴ്ചപ്പാട്. ജാഗരൂകരായി ലോകരാജ്യങ്ങൾ സംയമനത്തോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഉൾപ്പെടെ IAEA ഉൾപ്പെടെയുള്ള സമിതികൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കേണ്ടതാണ്. അതിനെ യുണൈറ്റഡ് നേഷൻസിനെ കുഴിച്ചു മൂടുന്ന അമേരിക്കയുടെ നയം സ്വീകാര്യമാണോ? ബോർഡ് ഓഫ് പീസ് എന്തിനാണ്? യുണൈറ്റഡ് നേഷൻസ് ജീവിച്ചിരിക്കെ എന്തിനാണ് പുതിയൊരു സമാധാന സേന? അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സംവിധാനമല്ലേ ബോർഡ് ഓഫ് പീസ്? യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രസക്തി എന്താണ്? അമേരിക്കയ്ക്കും ബോർഡ് ഓഫ് പീസിനും ചേർന്ന് സമാധാനം എല്ലായിടത്തും ഉണ്ടാക്കാമെങ്കിൽ ഐക്യരാഷ്ട്രസംഘടന പിരിച്ചുവിടുകയല്ലേ നല്ലത്? പിന്നെ ഐക്യരാഷ്ട്രസംഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിക്കുന്ന ആണവോർജ്ജ ഏജൻസിക്ക് എന്ത് സാങ്കത്യം? ഇതെല്ലാം ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന നിമിഷങ്ങളിലൂടെയാണ്, സമയങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്.